കലാവതിക്ക് 1 സെന്റ് ഭൂമി പോലും കിട്ടരുത്. പഞ്ചരത്നം നമുക്ക് വേണം. എല്ലാരോടും അമൃത ചതിക്കായിരുന്നല്ലേ? നീ എന്നെ കൂട്ടുന്നല്ലോ അമ്പിയെ. എനിക്കെന്റെ മക്കളുടെ കൂടെ നിന്നല്ലേ പറ്റൂ. മക്കളെന്ന് പറയണ്ട, ഇവൻ ഈ ഭാര്യയുടെ താഴത്തിന് തുള്ളുന്ന ഈ വിവരം കിട്ടവൻ, ഇവളുടെ ഈ കള്ളത്തരത്തിന് അംബികയെ നീ കൂട്ടുനിന്ന അത് നീ അനുഭവിക്കും. ഞാനുണ്ടാവും അവർക്ക് 5 പേർക്കൊപ്പം. അവര് വഴിയാധാരമായ കൂടെ ഞാനും ഇറങ്ങും. എന്റെ പിള്ളേരെ ദ്രോഹിക്കുന്ന ബന്ധങ്ങളെല്ലാം ഞാനങ്ങ് ഉപേക്ഷിക്കും. അതും നിന്നെ അടക്കും. സഹദേവേട്ട, ഞാൻ എന്തായാലും അമൃതിച്ച് സൂക്ഷിക്കണം. എല്ലാവർക്കും ഈ പഞ്ചരത്ന ഹോട്ടലിലും പുരയിടത്തിലുമാണ് കണ്ണ്. ഇതിന്റെ പേരിലാണ് ദിവ്യേട്ടത്തെയും കലാവതിയുമായി തെറ്റിയത്. 2 പേർക്കും ഈ കണ്ണായ സ്ഥലം വേണം. അതിന് ഞങ്ങൾ കൊടുക്കാതെ ആർക്കും ഇത് വാങ്ങാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ഞങ്ങളുടെ മാത്രം സ്വത്താ. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തന്ന സമ്പാദ്യം. ഇത് കണ്ട് ആരും മോഹിക്കണ്ട. അവിടെയാണ് ദിവ്യേട്ടത്തിന്റെ കുനിഷ്ഠ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതും കേസ് കൊടുത്തൊക്കെ ഈ സ്ഥലമൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയാ. നമ്മൾ ശരിക്കും കലാവതിയേക്കാളും പേടിക്കേണ്ടത് ദിവ്യേട്ടത്തെയാ. ഞാനും അച്ഛനൊക്കെ ഉപദേശം ശാസ്ത്രം പറഞ്ഞു നോക്കി, അനുസരിക്കില്ല. എന്തൊക്കെയാ ഡോക്യുമെന്റ്സ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ചേച്ചി, എത്രയും പെട്ടെന്ന് ആ രേഖകളൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കണം. തിരിച്ചു വാങ്ങിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, അല്ലേ ആരാധ്യ? അതെ, ദിവ്യപ്രഭ എന്ത് പ്ലാനിട്ടാലും അത് പൊളിച്ചടുക്കി കൊടുക്കും നമ്മള്. എന്ത് വന്നാലും അതൊക്കെ നേരിടാൻ കണക്കാക്കിയ ചെറുപ്പം മുതലേ ഞാൻ ജീവിച്ചത്. ഇതും നോക്കാം. ചേച്ചി, എനിക്കിതിലൊക്കെ ഇടപെടുന്നതിലൊരു പരിധിയുണ്ട്. പല കാര്യങ്ങളും എന്നെ അച്ഛനെ അറിയിക്കാതെ രഹസ്യമായിട്ട് വയ്ക്കുന്ന ദിവ്യേട്ടത്തി. മാമിക്ക് എല്ലാം അറിയാല്ലേ? ആകാശ് പറയണ്ട, ഒക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഈശ്വരൻ എന്നെ കൈവിടില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. കരുതിയിരിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. അയ്യോ പോയില്ലേ, ഞാനും കൂടി വരുന്നു. അല്ല, നീ എങ്ങോട്ടാ? അത് പിന്നെ എങ്ങോട്ടില്ല മൃതേച്ചി. എന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ടൗണിലൂടെ ഒരു റൈഡ്, അത് കഴിഞ്ഞൊരു കോഫി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം. അതിപ്പോ ഒരു പതിവായിരിക്കാ വെക്ക്. ആയിക്കോ, കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് നാട്ടുകാർക്കറിയാം. ആ ഒരു ബോധ്യം ഉണ്ടായാൽ മതി. കലയും ഇതുവരെ വിളിച്ചില്ലല്ലോ ആതിര. വിളിക്കേണ്ടതായിരുന്നല്ലോ. ആ മണ്ടൻ അമൃതേച്ചിയെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുമല്ലേ, അപ്പൊ തീർച്ചയായും വിളിക്കേണ്ടതാ. ഇനി നമ്മൾ പറഞ്ഞത് മുഴുവനായും വിശ്വസിച്ചില്ലെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. സംസാരിച്ചത് വെച്ച് നോക്കിയാ വിശ്വസിച്ച മട്ട് തന്നെയാ. ഇനി അമൃതേച്ചി എങ്ങാനും വിളിച്ചിട്ടുണ്ടാവോ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി? ഇല്ല ആതിര, അതറിയാൻ ഞാൻ അമൃതേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമൃതേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. ദിവ്യപ്രഭയും കലയമ്മയും തമ്മില് വഴക്കായെന്നല്ലേ അകച്ചേട്ടൻ പറഞ്ഞത്? അത് ചിലപ്പോ ഈ കാര്യത്തിന്റെ പേരിലാണെങ്കിലോ? ഇത്തരം സംശയങ്ങളൊക്കെ നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതാ. സത്യത്തില് പോലീസ് ട്രെയിനിങ്ങിന് പോവേണ്ടത് നീയായിരുന്നു. ട്രെയിനിങ് ഒന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി മതി. നമ്മുടെ പ്ലാനിംഗ് പോലെ കലാവതിയെ ട്രാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സകല കാര്യങ്ങളും സോൾവ് ആയേനെ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.